ഈ ആത്മഹത്യ ഇപ്പം ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ യുഎയിൽ തന്നെ പല കേസസും നമ്മളൊക്കെ കേൾക്കുന്നു കാണുന്നു. ഇതിൽ ലേഡീസിൻ്റെ ആത്മഹത്യ വലിയ വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ്. പക്ഷെ പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിന് സാമ്പത്തിക പ്രതിസന്ധി ആവാം, ചിലപ്പോൾ ലഹരി ഉപയോഗമായിരിക്കാം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. സാറിന് വരുന്ന എനിക്ക് തോന്നുന്നു പേഷ്യൻസ് ആയാലും ഏത് തരത്തിലുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ സ്ട്രെസ് കൂടുന്നുണ്ടോ, ഒരു സൊല്യൂഷൻ കൂടി സാർ പറഞ്ഞു തന്നാൽ. തീർച്ചയായിട്ടും ഈ പുരുഷന്മാരിൽ ഇത്തരം ആത്മഹത്യ പ്രവണതകൾ ധാരാളമുണ്ട്. 1000 രൂപ കടമുള്ള ഒരാൾ ആത്മഹത്യ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഉള്ളിലെങ്കിലും ഒരു ചിരി വരാം. ഈ 1000 രൂപക്കാണോ ഇയാൾ ആത്മഹത്യ ചെയ്തത്? പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കടബാധ്യതയാണ്. ചിലപ്പോൾ അയാൾക്കൊരു മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ അതിലൊരു മാന്യത പുലർത്തുന്ന ഒരാളാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ അനൂപിൻ്റെ അടുത്തൊരു 1000 രൂപീസ് കടം വാങ്ങി, ആ കടം വാങ്ങിയതൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ഡേറ്റിൽ എനിക്ക് തിരിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നാളെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്തതായിരിക്കും ഒരു പക്ഷെ ഞാൻ അസ്യൂം ചെയ്യാണ് അനൂപിനെ ഫേസ് ചെയ്യണ്ടേ. ഫേസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റ് തെറ്റി, എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ എൻ്റെ ആ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ. അതേമാതിരി പുരുഷന്മാർക്ക് മുൻകാലങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ മാറി. മുൻകാലങ്ങളൊക്കെ ഏറ്റവും വീട്ടിലെ ബാധ്യതകൾ, ഭാരം മുഴുവൻ പുരുഷൻ്റെ തലയിലായിരുന്നു. കാരണം പുരുഷനാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് നമ്മളൊക്കെ പറയുക. അന്ന് സ്ത്രീകളധികം പുറത്തോട്ട് വർക്ക് എടുക്കാനൊന്നും പോകാത്തൊരു കാലഘട്ടമാണല്ലോ. ഇപ്പോഴാണ് അതിന് കുറച്ചൊക്കെ ചേഞ്ച് തുടങ്ങിയത്. അപ്പോൾ ഞാൻ കുട്ടികളെ വളർത്തണം, എൻ്റെ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ, എൻ്റെ ജോലിയിലോ എന്തെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് ഒരു ആദി കൂടി, എനിക്ക് ഭയങ്കര വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൂടുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകണം? ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഹെൽത്തിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്, വെരി എക്സ്പെൻസീവാണ്. അപ്പോൾ ആർക്കും വരുന്ന അസുഖങ്ങളാണെങ്കിൽ, ചെറിയ പനി തലവേദന പോലെ എല്ലാത്തൊരു അസുഖം വരികയാണെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ആദ്യം ഇത്ര പൈസ കെട്ടിവെക്കുന്നു. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് എവിടുന്ന് ഒപ്പിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗൃഹനാഥനാണ്. എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഞാനല്ലല്ലോ അപ്പോൾ കൊണ്ടുപോകുന്നത്, എൻ്റെ വീട്ടുകാരും വീട്ടിലുള്ളവരാണ്. അവരിത്ര കെട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അത് ക്ലിയർ ചെയ്യണ്ടേ. അപ്പോൾ അത് ഇത്തരമുള്ള ആദികൾ ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ അത് പുരുഷന്മാരിൽ വർക്ക് ലോഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെൻഷൻസ് അത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത്തരം പ്രവണതകൾ കൂടുതലുണ്ട്. പക്ഷെ അത് വല്ലതും നോട്ടീസ് ചെയ്യാതെ പോകുന്നു. പെണ്ണുങ്ങളിൽ ഉള്ള സൂയിസൈഡുകളാണ് നമ്മൾ വലിയ പ്രാധാന്യങ്ങൾ കൊടുക്കുകയും മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. മറ്റ് ചർച്ചകൾക്ക് അത്ര പ്രാധാന്യം ഇല്ലാത്ത മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ അതിനെ നോക്കുമ്പോൾ ഈ പെണ്ണുങ്ങളെപ്പോലെ തന്നെ പുരുഷന്മാരിലും ഇഷ്ടംപോലെ ഇത്തരം ആത്മഹത്യകൾ കാണുന്നുണ്ട്. അതിന് നമ്മൾ നല്ലൊരു ബോണ്ട് ഉണ്ടാവുകയാണ് പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ മറ്റൊന്നൊരു നല്ല സുഹൃത്ത് നമുക്ക് കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിലും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളെ വിഷമങ്ങളൊന്ന് വെന്റിലേറ്റ് ചെയ്യാൻ, വെന്റ് യുവർ ഫീലിങ്സ് എന്നാണ്, വെന്റിലേറ്റ് ചെയ്യാൻ നമുക്കൊരാളെ കിട്ടിയാൽ തന്നെ നമുക്ക് കുറേ ഭാരം ഇറക്കി വെച്ച മാതിരി കിട്ടും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്, ദൈവഭക്തരായിട്ടുള്ള ആളുകളാണെങ്കിൽ, നമ്മൾ ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ആളാണെങ്കിൽ, പള്ളിയിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും പോകുമ്പോൾ നമ്മളവിടെ നമ്മളെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, നമ്മൾ തേർഡ് പേഴ്സൻ്റെ അടുത്തേക്ക് എൻ്റെ വിഷമങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എനിക്കൊരു മനസ്സിന് സമാധാനമാണ്. കാരണം ഞാൻ ഞാനവിടെ പറയാനുള്ളടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി പേടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു സമാധാനമാണ്. അപ്പോൾ ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടി പ്രയാസമാണ്. കാരണം അത് അവരെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായി നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും? നമ്മൾ ഉത്തരം എത്തില്ല. അവസാനം നമ്മൾ എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ട്, അങ്ങനൊരു ഇതിലേക്ക് എത്തിപ്പെടുകയാണ്. അതല്ലാതെ നമുക്കൊരു എൻഡിങ് ഉണ്ടാവില്ല അങ്ങനെ പല കാര്യങ്ങൾക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സമാധാനം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം അവസ്ഥകളെ നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കും. പിന്നെ വളരെ ഷോർട്ടാണ് നമുക്ക് ലൈഫ് തന്നിരിക്കുന്നത്. ആ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം.